ഞാൻ ഡോക്ടർ ഷിബുരാജ്, തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ന് ഹൃദ്രോഗവും പ്രമേഹവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. നാം നോക്കുമ്പോൾ ഹൃദ്രോഗം ഇന്ന് ലോകത്ത് നമ്പർ 1 കോസ് ഓഫ് ഡെത്തായിട്ട് മാറിയിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. പ്രധാനമായി അതിൻ്റെ കാരണം ഡയബറ്റീസാണ്, അഥവാ പ്രമേഹം. പ്രമേഹ രോഗികൾ ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലാണ്. ഹൃദ്രോഗം ഉണ്ടാകുവാനും ഹാർട്ട് അറ്റാക്കായി അത് മാറുവാനും അതിന് ഡയബറ്റീസ് ഒരു കാരണമാണ്. പ്രത്യേകിച്ച് രക്തത്തിലെ ബ്ലഡ് ഷുഗർ കൺട്രോൾ അല്ലാതിരിക്കുന്ന സമയങ്ങളിൽ ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രമേഹ രോഗികളിൽ ഒന്നിലധികം ബ്ലോക്ക് ഉണ്ടാകാനും അറ്റാക്ക് സംഭവിക്കുവാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്കതെങ്ങനെ തടയാം എന്ന് നമുക്ക് ആലോചിക്കാം. പ്രധാനമായി ജീവിതശൈലി രോഗമായ പ്രമേഹം നിയന്ത്രണത്തിലെത്തണമെങ്കിൽ നമുക്ക് വ്യായാമം, ജീവിതചര്യയിലുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് സെഡൻറ്ററി ആയിട്ടുള്ള വർക്ക് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. ദിവസം ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് അത്യാവശ്യം. നടക്കുകയോ എയറോബിക് എക്സസൈസായ സൈക്ലിംഗ്, സ്വിമ്മിങ് അങ്ങനെയുള്ള എന്തെങ്കിലും എക്സസൈസ് ചെയ്താൽ മതിയാകും. അതോടൊപ്പം നമ്മുടെ ഭക്ഷണശൈലിയും മാറ്റം വരുത്തേണ്ടതുണ്ട്. പ്രധാനമായി ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കുക. ഭക്ഷണം കഴിക്കുന്നതിലുള്ള അന്നജത്തിൻ്റെ അളവ് അഥവാ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. പ്രോട്ടീൻ്റെ അളവ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലാക്കേണ്ടതുണ്ട്. ഒരു ശരാശരി 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ 60 ഗ്രാം പ്രോട്ടീനെങ്കിലും മിനിമം എടുത്തിരിക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്നതായിട്ടുള്ള അളവിലുള്ള പ്രോട്ടീൻ ലഭ്യമാകാതെ വരുമ്പോഴും പ്രമേഹം കൺട്രോളിലെത്താൻ സാധ്യതയല്ലാതെ വരുന്നു. പ്രമേഹം കൺട്രോളിലെത്താനായി മറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരം, അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഭാരം കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ഷുഗർ കൺട്രോളിലെത്താനും അത് സഹായിക്കുന്നു. അതോടൊപ്പം മറ്റ് ജീവിതശൈലിയിലുള്ള പുകവലി, മദ്യപാനം അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നമ്മുടെ ഉറക്കത്തിൻ്റെ അളവ് കൃത്യമായി ലഭിക്കുന്നുണ്ട്, 6 മുതൽ 8 മണിക്കൂർ വരെ നല്ല രീതിയിലുള്ള ഉറക്കം ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മറ്റ് ടെൻഷനുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ കുറയ്ക്കാനായി യോഗയോ മെഡിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. പ്രമേഹ കൺട്രോളിൽ എത്തുമ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ ചെറുതായി മാറുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ രോഗികളിൽ ഒന്നിലധികം ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പ്രമേഹം കൺട്രോളാക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ജീവിതശൈലി രോഗമായ പ്രമേഹത്തോടൊപ്പം തന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരവസ്ഥയാണ് ഡിസ്ലൈപീഡിയമ അഥവാ കൊളസ്ട്രോളിൻ്റെ അസുഖം. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഹൃദ്രോഗ സാധ്യതയും വർദ്ധിച്ചു വരുന്നു. പ്രമേഹ രോഗികളിൽ കൊഴുപ്പിൻ്റെ അളവ് 200 മില്ലിഗ്രാമിന് താഴെ ആവശ്യമാണ്. 200 മില്ലിഗ്രാമിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഡയറ്റ് കൺട്രോളിലൂടെയോ എക്സസൈസിലൂടെയോ അത് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മരുന്നുകളുടെ ഉപയോഗം അത്യാവശ്യമാണ്. പ്രമേഹ രോഗികളിൽ അമിതമായി കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് ഹൃദ്രോഗം വർദ്ധിക്കും, ഹൃദ്രോഗ സാധ്യത വർദ്ധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്ലഡ് പ്രഷർ. എപ്പോഴും നമ്മുടെ രോഗിയുടെ ബ്ലഡ് പ്രഷർ 130/80 എന്നുള്ളൊരളവിൽ നിൽക്കേണ്ടതാണ്. 140/90 എന്നുള്ള അളവിൽ അധികമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമുക്ക് മെഡിസിൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ച് ബ്ലഡ് പ്രഷർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത വർദ്ധിക്കും, കിഡ്നികൾ തകരാറിലാവാനുള്ള സാധ്യത വർദ്ധിക്കും, സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടും. അങ്ങനെ പലവിധമായ അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് പ്രമേഹവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രമേഹത്തോടൊപ്പം ബ്ലഡ് പ്രഷർ നിയന്ത്രണത്തിൽ എത്തുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. ബ്ലഡ് പ്രഷർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതൊരു ഫിസിഷ്യനെ കാണിച്ച് അതിന് ഇവാലുവേറ്റ് ചെയ്യണം. അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, പ്രഷർ കൂടാനായിട്ട് കിഡ്നിയുടെ അസുഖങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും ധമനികളിലുള്ള അസുഖങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും കാരണമാണോ, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയും അത് ചികിത്സിക്കുകയും ചെയ്യേണ്ടത്
അത്യാവശ്യമാണ്. അതോടൊപ്പം നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ നമ്മൾ കൺട്രോളിൽ നടത്തണം. പ്രത്യേകിച്ച് HbA1c ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റ് കഴിഞ്ഞ 3 മാസത്തിലെ ഷുഗറിൻ്റെ താരതമ്യേനയുള്ള അളവ് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റാണ്. അത് നമുക്ക് 6 മുതൽ 6.5 താഴെ നിർത്തുന്നതാണ് നല്ലത്. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മെഡിസിൻ കൂട്ടുകയോ ഇല്ലെങ്കിൽ വ്യായാമങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും കൂട്ടേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അത് നമ്മൾ എപ്പോഴും HbA1c ടെസ്റ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അത് കൺട്രോളിലാണ് എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഫാസ്റ്റിംഗ് ഷുഗർ എപ്പോഴും 126 താഴെ ആയിരിക്കണം. പോസ്റ്റ് പ്രാൻഡിയൽ ഷുഗർ എപ്പോഴും മാക്സിമം 200 വരെ ആകാൻ പാടുള്ളൂ. ഒരു 140 അല്ലെങ്കിൽ 160 ഇടയിൽ നടത്തുന്നതാണ് നല്ലത്. എപ്പോഴും നമ്മൾ ഒരു 3 മാസം മുതൽ ഒരു 6 മാസത്തിലൊരിക്കൽ നമ്മൾ ഈ ടെസ്റ്റുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് പ്രമേഹം ഉള്ളവർ തീർച്ചയായും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. 6 മാസത്തിലൊരിക്കൽ ബ്ലഡിലെ കൊളസ്ട്രോളിൻ്റെ അളവ്, കിഡ്നിയുടെ ടെസ്റ്റായ ക്രിയാറ്റിനിൻ ടെസ്റ്റ്, ECG ടെസ്റ്റ് എന്നിവ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇതിലെന്തെങ്കിലും വ്യതിയാനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഫിസിഷ്യനെ കാണേണ്ടതായിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ECGയിലെ വ്യതിയാനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർട്ട് അറ്റാക്കിന് സാധ്യത ഉണ്ടോ എന്നറിയാനായിട്ട് കാർഡിയോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരും. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട 1-2 ടെസ്റ്റുകളാണ്. ഒന്ന് TMT ടെസ്റ്റ്. അത് നമ്മൾ നടന്നുകൊണ്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്തുള്ള ECGയിലുള്ള വ്യതിയാനം കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റാണ്. അത് നമുക്ക് ഹൃദ്രോഗ സാധ്യതയുണ്ടോ, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടോ, ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് ആദ്യമേ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ് TMT ടെസ്റ്റ്. TMT ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരികയാണ്, നമ്മൾ നടക്കുന്ന സമയത്ത് ECGയിൽ വ്യതിയാനങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റ് ടെസ്റ്റുകളായ കൊറോണറി ആൻജിയോഗ്രാം അല്ലെങ്കിൽ CT ആൻജിയോഗ്രാം പോലുള്ള മറ്റ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല TMT നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നമ്മുടെ പ്രമേഹം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നിവയ്ക്കുള്ള മരുന്നുകൾ മാത്രം കഴിച്ചാൽ മതിയാകും. TMT ടെസ്റ്റിൽ പോസിറ്റീവ് വരുന്ന രോഗികളിൽ തീർച്ചയായും നമ്മൾ ഫർദർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഫർദർ ഇവാലുവേഷൻ അത്യാവശ്യമാണ്. അത് നമ്മൾ കൊറോണറി ആൻജിയോഗ്രാം, CT ആൻജിയോഗ്രാം പോലുള്ള ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. അതിലെന്തെങ്കിലും തടസ്സമുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റായ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ എന്നിങ്ങനെയുള്ള ബ്ലോക്ക് മാറ്റാനുള്ള ചികിത്സയിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. പ്രമേഹ രോഗികളിൽ ഇങ്ങനെയുള്ള ചികിത്സ എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് വരാറ്. കാരണം ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നിലധികം ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ രക്തധമനികൾ തന്നെ ചുരുങ്ങിയിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ഹാർട്ടിന് തന്നെ വീക്കമോ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പ്രമേഹം ഉള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. പ്രമേഹം കൺട്രോളിൽ നിർത്തുക. നന്ദി.